എല്ലാവർക്കും നമസ്കാരം. വാക്കറൗണ്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രിപ്പിംഗ് മൂഡാണ് കേട്ടോ, വിത്ത് ഫാമിലി. ഇതേ വൈഫിൻ്റെ ആണ്, ഇതേ അമ്മച്ചി, അതേ പെങ്ങളൊന്ന് കൈയാണിച്ചിട്ട്. ഓക്കെ, അപ്പച്ചത് വാതിലൊക്കെ പൂട്ടുന്നുണ്ട്. നമ്മൾ കാലിക്കറ്റ് പോവാണ്. കാലിക്കറ്റ് പോകുന്ന വഴിക്ക് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും, പിന്നെ തുഷാരഗിരി വെള്ളച്ചാട്ടമൊക്കെയാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എവിടെ എത്തിയെന്ന് അറിയോ? പട്ടാമ്പി എത്തി. പട്ടാമ്പി ഒരു ചെറിയൊരു കടയിൽ കയറി ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, മുട്ടക്കറിയുണ്ട്, ബീഫും പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ കുറച്ച് ഹെവിയാണ്. ഇതൊക്കെ തന്നെ ഈ കടയിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ട്രൈ ചെയ്യുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ താമരശ്ശേരി എത്തിയിട്ടുണ്ട്. താമരശ്ശേരി ചുരം കയറിയിട്ടാണ് നമ്മൾ തുഷാരഗിരിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യണോടത്താണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് അവനെ ഇവിടെ കണ്ടതിന് ശേഷമേ നമ്മൾ പോകുന്നുള്ളൂ. അത് വലിയൊരു വർക്ക്ഷോപ്പാണ്. കാറിൻ്റെയും ഫുൾ സർവീസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വർക്ക്ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് അവനെ കാണണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തുഷാരഗിരിക്ക് പോകും. അങ്ങനെ നമ്മൾ തുഷാരഗിരി എത്തി. തുഷാരഗിരി പാലത്തിന്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. കേരള വന്യജീവി വകുപ്പ് കിടുക്കം പാലാണ് കേട്ടോ, നല്ല അടിപൊളി പാലാണ്. തുഷാരഗിരി പാലം നമ്മൾ ഇവിടേക്ക് അങ്ങ് കയറി. എങ്ങനെയാണോ വെള്ളച്ചാട്ടം? അപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ പാസ്സൊക്കെ എടുക്കണം. പാസ്സിന് മുതിർന്നവർക്ക് 30 രൂപയാണ് എഴുതിയേക്കുന്നത്. വിദേശികൾക്ക് പ്രത്യേകത അവരാണുങ്ങളല്ലേ. പാലം ഇക്കോ ടൂറിസം ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രകൃതിയോട് ചേർന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ വരാൻ. കണ്ടല്ലോ, ഇതെല്ലാം തോന്നിട്ടാ മെയിൻ വെള്ളച്ചാട്ടം. അപ്പുറത്താണ്. ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 7:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങളിവിടെ 1 മണിയാകുമ്പോൾ എത്തിയത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 2-3 ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലത്തൊക്കെ നിർത്തിയിട്ടാണ് വന്നത്. എന്നാലും 1 മണിയാകുമ്പോഴേക്കും എത്തി. അടിപൊളി കാടാണ്, നല്ല കയറ്റമാണ്. അയ്യോ, മോളയാണല്ലേ കൂടുതൽ. ഉണ്ടല്ലേ, നല്ല മുളങ്കാടാട്ടാ. ഈ കയറാൻ കയറുമോ? ഡ്രസ്സിങ് റൂമുണ്ട്, വേണ്ട അതൊക്കെ ഉണ്ട് ഇവിടെ. എന്നിട്ട്
ഇവിടെയാണ് തുഷാരഗിരി വാട്ടർഫോൾസ്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് കണ്ട് ഇറങ്ങാം. ഇതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. കണ്ടില്ലേ, അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ഇവിടെ കുളിക്കാനൊക്കെ പറ്റിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് കുളിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ഇറങ്ങി നമ്മൾ പോലെയാണ്. മൂന്ന് മണിക്ക് ശേഷം 2ഉം 3ഉം വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 1 മണി ആയിട്ടുള്ളൂ. 1:30. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കണ്ട മെയിൻ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് വെള്ളം വരുന്നത് മോളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞത്. 1 കിലോമീറ്റർ മുകളിലേക്ക് ചെന്നാലേ നമുക്ക് 2ഉം 3ഉം വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ. ഞാനും ഫിലിമോള് മാത്രമാണ് കയറണുള്ളൂ. അപ്പച്ചനും അമ്മച്ചിയും അനിയത്തിയും അവിടെ ഇരുന്നു. കാരണം ഈ കയറ്റം അവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളവിടെ കയറുകയാണ്. അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അതിസാഹസികമായ പരിപാടിയാണ്. അപ്പനമ്മയൊക്കെ അവിടെ ഇരുന്നത് നന്നായി. എനിക്ക് പിടിക്കൽ വണ്ടി എങ്ങനെ വിളിക്കേണ്ടി വന്നു. വാ പോരെ പോരെ. ഇനിയും പോണല്ലേ, വല്ല കാര്യം പറയും വരല്ലേ. അവശ കലാകാരനാണ്. കാല നല്ല വേദന, നല്ല കയറ്റം, ഒരു രക്ഷയില്ല. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് കണ്ടിട്ട് നമ്മൾ പോകുന്നുള്ളൂ. ഇതാണ് 3ആം വെള്ളച്ചാട്ടം. 3 കൊടുത്തിട്ടില്ലേ? അവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് 2 അല്ലേ? ഓ ഇവിടുന്ന് ഭയങ്കര അതുകൂടെയാ. 2ആം വെള്ളച്ചാട്ടമാണിത്. ഇതാണത്. ജയ്പൂരിട്ട് ഇതാ 2ആം വെള്ളച്ചാട്ടം ഇവിടെയാണ്. Yeah. നമ്മൾ 3ആം വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ഇവിടുന്നൊരു 2ആം വെള്ളച്ചാട്ടം നമ്മൾ വിചാരിച്ചത്ര പോകുന്നു ഒന്നും തോന്നിയില്ല. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ തുമ്പിതുള്ളും പാറയിലേക്കാണ് പോണേ. അപ്പോൾ തുഷാരഗിരി വരണവർ നല്ല കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം 2ാമത്തെയും 3ാമത്തെയും വെള്ളച്ചാട്ടത്തിലേക്ക് വരണ്ട. കട്ട വഴി, കട്ട കയറ്റാണ്. ആവശ്യം നിലേ 2ആം വെള്ളച്ചാട്ടം 3ആം വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം കേട്ടോ. പോയി നോക്കാം. നമ്മളന്ന് പട്ടത്തിപ്പാറ പോയേക്കാളും ഹാർഡായിട്ടുള്ള വഴിയാണ് തുഷാരഗിരിയിലെ 2ാമത്തെയും 3ാമത്തെയും വെള്ളച്ചാട്ടത്തും കാണാൻ വേണ്ടി പോണത്. അതിപ്പോൾ ഞാൻ 3ാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണ്. ഇവിടെ ആനയെല്ലാം ഇറങ്ങുന്ന സ്ഥലം. ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. അവിടെ ആനപ്പിണ്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഗാർഡൊക്കെ ഉണ്ട്. ഫുള്ള്
നോക്കിയും കണ്ടൊക്കെ പോകണം. ഇവർ 3 മണിക്ക് ശേഷം ഇങ്ങോട്ട് കയറരുതെന്ന് പറയുന്നത് 3 മണിക്ക് ശേഷമൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങുമായിരിക്കും. വൈകിട്ട് ഇരുട്ടാകുമ്പോൾ മൃഗങ്ങളൊക്കെ ഇറങ്ങണം. അപ്പോൾ നമ്മൾ 3 മണിക്ക് ശേഷം ഇങ്ങോട്ട് കയറി പോന്നാൽ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ ലേറ്റ് ആവും. അപ്പോൾ ഇവിടെ ഇരുട്ട് കയറും. അതുകൊണ്ടാണ് 3 മണിക്ക് ശേഷം സന്ദർശകരെ 2ാമത്തെയും 3ാമത്തെയും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വിടാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി 3ാമത്തെ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാൽ തുഷാരഗിരിയുടെ പരിപാടി ഇവിടെ അവസാനിക്കും. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയില്ല, ഒന്ന് കുളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഒരു വിഷമമുണ്ടാക്കിയ കാര്യം. എനിവേ നമ്മൾ ഇത്രയും ദൂരം വന്നതാണ്. നമ്മൾ എല്ലാ ഭാഗങ്ങളും ശരിക്ക് കണ്ടിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല ദുർഘടം പിടിച്ച വഴിയാണ്. നമ്മൾ നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. ഞാൻ ഇത്ര റിസ്ക്കാന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കുത്തനെയുള്ള കയറ്റവും മലയാണേ. അതുകൊണ്ട് ഭയങ്കര വഴികൾ കണ്ടില്ലേ, ഭയങ്കര റിസ്ക്കാണ്. അതുപോലെ പൊളി വൈബാണ്. 3ാമത്തെ വെള്ളച്ചാട്ടം അടിപൊളിയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കണം നമ്മൾ. നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെയാണ്. അപ്പോൾ നല്ല ആരോഗ്യമുള്ളവരും വയസ്സായിരുന്നത് കയറണ്ട. നല്ല ആരോഗ്യമൊക്കെ ഉള്ളെങ്കിൽ മാത്രമേ കയറി വന്നാൽ മതി. പക്ഷെ കയറി വന്നാൽ അടിപൊളിയാണ്. ഈ സംഭവം ചുരുക്കം വ്യൂ ആണ്. നല്ലൊരു പാറയുടെ മുകളിൽ നിന്നാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് 3ാമത്തെ വെള്ളച്ചാട്ടം. ഇപ്പോൾ തുഷാരഗിരിയുടെ 3ാമത്തെ വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ തുഷാരഗിരി നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി ഇവിടെ നിന്നുള്ള യാത്ര കോഴിക്കോട്ടേക്കാണ്. അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വീഡിയോ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.